ആഴമായ ചിന്തകൾ ആ ഭാഗത്തുനിന്ന് ഷെയർ ചെയ്തല്ലോ. കർത്താവ് ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ തുടർമാനമായിട്ട് ഏകദേശം ഒരേ അർത്ഥ തലങ്ങളുള്ള ചില ഉപമകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ കർത്താവിൻ്റെ അവസാന ദിവസങ്ങളിൽ, അവസാനത്തെ ആഴ്ചയിൽ കർത്താവ് യെരുശലേമിൽ വന്നതിന് ശേഷം കർത്താവ് ആ കഴുതക്കുട്ടിപ്പുറത്ത് കയറി വന്ന് ജനമെല്ലാം ഹോശന്ന പാടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിനുശേഷം ദേവാലയ ശുദ്ധീകരണം നടത്തുന്നത് നമ്മൾ കാണുന്നു. അത് യോഹന്നാൻ്റെ സുവിശേഷം ആദ്യ ഭാഗത്ത് നമ്മളത് കാണുന്നുണ്ട്. അതിനുശേഷം ഫലമില്ലാത്ത അത്തിയെക്കുറിച്ച് പറയുകയും അവർ വന്ന് യേശുവിൻ്റെ അധികാരം ചോദ്യം ചെയ്യുകയും എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ച് കർത്താവ് അതിന് അവരോടും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നാൽ അവരതിന് ഉത്തരം പറയാത്തതുകൊണ്ട് കർത്താവും അവന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ളത് ദൈവദാസനതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മളോട് പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ഇവിടെ കാണുന്നത് 32-ാം വാക്യത്തിൽ അതിൻ്റെ കർത്താവ് എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു എന്ന് കണ്ടിട്ട് അതിനുശേഷം പറയുന്ന വാക്കുകളാണ് വളരെ ശ്രദ്ധേയം. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. വളരെ നിർണായകമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കർത്താവ് ഇവിടുന്ന്. അത് കണ്ടിട്ടും അതിനെ നിങ്ങൾ വിധിക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കാനും യഥാർത്ഥമായിട്ടുള്ള ദൈവിക ഉദ്ദേശം മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിച്ചില്ല, അത് കഴിഞ്ഞില്ല. അവനെ വിശ്വസിപ്പാൻ നിങ്ങൾക്ക് ഇടയായി തീർന്നില്ല, അത് വിശ്വസിപ്പാൻ തക്കവണ്ണം അനുദപിച്ചതുമില്ല. അവസാനത്തെ ദിവസങ്ങളിൽ കർത്താവ് പറയുന്ന, അല്ലെങ്കിൽ കർത്താവ് അവർക്ക് വീണ്ടും മാനസാന്തരപ്പെടാനും കർത്താവിൽ വിശ്വസിക്കാനുമായിട്ട് ഒരവസരം കൂടെ നൽകുന്നതായിട്ടാണ് നമുക്കവിടെ ബോധ്യപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള ഏതെങ്കിലും ഒരു ഇൻക്ലിനേഷൻ, ഏതെങ്കിലും നിലയിലുള്ള ഒരു അർത്ഥമനസ്സെങ്കിലും ഉണ്ടെങ്കിൽ, അല്പമെങ്കിലും ഇതെന്താണെന്ന് അന്വേഷിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു സുവർണ, അല്ലെങ്കിൽ ഏറ്റവും വളരെ ഈ വാതിൽ നിങ്ങളുടെ മുന്നിൽ വീണ്ടും തുറക്കപ്പെട്ടിരിക്കുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാരോ ആരും അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ പറയുന്നത് പോലെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് തൻ്റെ ജനമായിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ സ്വജാതിയായിട്ടുള്ള യഹൂദന്മാരോട് ഈ വചനം അറിയിക്കുകയും എന്നാൽ അവരത് ഉൾക്കൊള്ളാൻ കഴിയാതെ കർത്താവിനെ എതിർക്കുകയും അവനെ കൊല്ലാനുള്ള മാർഗം അന്വേഷിക്കുകയും ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് അവർക്ക് സാധിക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കർത്താവ് അത് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുന്ന വാക്കുകളാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, നാളുകളായിട്ട് ഈ മശീഹിക്ക് വേണ്ടി കാത്തിരിക്കുകയും നാളുകളായിട്ട് പ്രവാചക പുസ്തകങ്ങളിലൊക്കെ എഴുതപ്പെട്ടതും മോശെ തുടങ്ങി അബ്രഹാം തുടങ്ങിയുള്ള പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നതും, അല്ലെങ്കിൽ പ്രവാചകന്മാർ വീണ്ടും ഇടവേളകളിൽ ഓരോ ക്രൈസിസ് ടൈംസിൽ അവരെ ഓർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന, അവരെന്തിനു വേണ്ടി കാത്തിരുന്നോ, കർത്താവ് പറഞ്ഞതുപോലെ അനേകർ കാണാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കാണാനായിട്ട് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു, അനേകർ കേൾക്കാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കേൾക്കാനുള്ള കൃപ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ, അങ്ങനെയുള്ള ആ ദിവ്യവചനങ്ങളെ, അല്ലെങ്കിൽ ഈ മശിഹായെ അവരെ രക്ഷിപ്പാനായിട്ട്, അവരെ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ അവരെ ആക്കുവാൻ തക്കവണ്ണം അതിന് കഴിവുള്ള, അതിന് അധികാരപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ വാക്കുകൾ അവരെ
അവൻ്റെ വചനങ്ങൾ അവരെ സഹായിക്കുന്നത് ആരുടേതാണോ ആ മശിയെ അവരുടെ മുന്നിൽ വന്നു നിന്ന് 3.5 വർഷമായിട്ട് അവരുടെ മുന്നിൽ ഈ വിവിധ അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും ഒക്കെ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വളരെ കുറച്ച് പേർക്കേ മനസ്സിലാകുന്നുള്ളൂ, അധികം പേർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് 2 ക്ലാസ് ഓഫ് പീപ്പിളിനെ അവിടെ നമുക്ക് കാണുന്നുണ്ട്. ഒന്ന് മൂത്ത പുത്രൻ സിഗ്നിഫൈ ചെയ്യുന്നതായിട്ടുള്ള മൂത്ത പുത്രനെ അല്ലെങ്കിൽ ആദ്യത്തെ പുത്രനെ കാണിക്കുന്നതായിട്ടുള്ള ആൾക്കാർ, അവർ നമുക്കവിടെ അറിയാനായിട്ട് കഴിയും. ഇന്ന അധികാരം കൊണ്ട് നിങ്ങളോട് ഇത് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ അവൻ്റെ അടുക്കൽ ചെന്ന്, മകനെ, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ വളരെ ബ്ലേറ്റൻ്റായിട്ട്, വളരെ മുഖത്തടിച്ചതുപോലെ ഉള്ള വർത്തമാനമാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്കിത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇസ്രയേലിൽ മാത്രമല്ല, ഈ പറയുന്ന കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഇതുപോലുള്ള പുത്രന്മാരുണ്ട്. നമ്മുടെ വായെടുത്ത് നമ്മൾ പലപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത് എൻ്റെ കാര്യം എങ്ങനെ ഈ കർത്താവ് അറിഞ്ഞു എന്ന് തോന്നും. മിക്ക വീടുകളിലും ഇതുപോലുള്ള പുത്രന്മാരുണ്ട്. കൂടുതൽ മുടിയൻ പുത്രന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവും ഇവിടെ ഇല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് ഈ മനസ്സില്ലാന്നേ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മനസ്സുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ കുറവാണ്. എന്നാൽ എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. പെട്ടെന്നുള്ളൊരു വികാര ആവേശത്തിലാണ് പലപ്പോഴും എനിക്ക് മനസ്സില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മുടെ തന്നെ സാഹചര്യങ്ങളുള്ളപ്പം നമുക്കറിയാം, നമ്മൾ മനസ്സിൽ പല പ്രോഗ്രാമും വെച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴായിരിക്കും അപ്പൻ വിളിച്ച് പറയുന്നത്, എടാ ദേ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നീ അങ്ങോട്ട് പോയി അത് ചെയ്യ് എന്ന് പറയുന്നത്. എനിക്കെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അറിയാൻ കഴിയും. ഞങ്ങൾക്ക് ചെറുപ്പകാലത്തൊരു കുറച്ചൊരു 2 ഏക്കർ സ്ഥലവും അതിൽ കുറച്ച് കൃഷിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വീട്ടിലെ മൂത്ത മോനെന്നുള്ള നിലയ്ക്ക് എൻ്റെ പിതാവിനെ പലപ്പോഴും സഹായിക്കേണ്ട സാഹചര്യങ്ങൾ എനിക്ക് അത് അസുലഭമായിട്ട് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പല സാഹചര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും കൃഷിപ്പണി ചെയ്യേണ്ടതും അല്ലെങ്കിൽ തൂമ്പ എടുത്ത് കിളയ്ക്കേണ്ടതും ഒക്കെയുള്ള അവസ്ഥകൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ തന്നെ സംജാതമായിട്ടുണ്ട്. കാരണം വീട്ടിലെ ചെറിയ ചെറിയ പണികൾ ചെയ്യാനായിട്ട് ഒരു കൂലിക്കാരനെ വിളിക്കാനായിട്ട് എപ്പോഴും കഴിയത്തില്ല. അപ്പോൾ വീട്ടിലെ പണികൾ വീട്ടിലുള്ള പിതാവും ആൺകുട്ടികളും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സാധാരണഗതി വരും. അപ്പോൾ നമ്മൾ വളരെ സ്വസ്ഥമായിട്ട് വീടിൻ്റെ ആ ചൂടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കളിയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പഠിത്തം എന്ന് നമ്മൾ ആരോപിക്കുന്ന പഠിത്തമല്ല, എപ്പോഴും എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയുന്നത് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ സോക്കോൾഡ് പഠിത്തമൊക്കെ നമ്മൾ പറഞ്ഞ് പലപ്പോഴും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് പെട്ടെന്ന് വിളിച്ചിട്ട് എടാ എന്ന് വിളിക്കുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, എന്നെ പലപ്പോഴും എൻ്റെ പേര് അധികം എൻ്റെ പിതാവ് വിളിച്ചിട്ടില്ല. അപ്പം എവിടെ നിന്നും എന്നെ എടാ എന്ന് വിളിക്കും. അപ്പം നാട്ടുകാരുടെ വിചാരം എൻ്റെ പേര് എടാന്നാണ്. അപ്പം ബസ്സിലൊക്കെ ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പിലൊന്നും ഇറങ്ങിയില്ല, ഒരു പട്ടണത്തിലൊക്കെയാണ് നിൽക്കുന്നെങ്കിലും ആ ബസ്സിന് പുറത്തു നിന്ന് എൻ്റെ പിതാവ് എടാന്ന് വിളിക്കും. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പേര് ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നത് എടാന്നായിരുന്നെന്നാണ്. അതുകൊണ്ട് അവരെല്ലാം എന്നെ എടാന്ന്, ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ എന്നെ എടാന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അന്നേരം പെട്ടെന്ന് ഒരു ഇത് വരുന്നത്, എടാ നീ ഇത് ഇങ്ങോട്ട് ചെയ്തേ എന്ന് പറയുന്നത്. പണ്ടത്തെ ശൈലിയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അപൂർവം അസുലഭമായ ചില സന്ദർഭങ്ങളിൽ മകനെ എന്ന് വിളിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ മറന്നു പോകുന്നില്ല. സാധാരണഗതിയിലുള്ള നമ്മുടെ വിളിപ്പേര് എടാ എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ എടാ എന്ന് വിളിച്ച അപ്പം നീ ഇത് ചെയ്തേ എന്ന് പറയും. ഇത്രയും എനിക്ക് മനസ്സില്ല എന്ന് അടുത്തു നിന്നുകൊണ്ട് പറയാനുള്ള ധൈര്യമൊന്നും അന്നില്ല. കുറച്ച് ദൂരെ മാറി നിന്ന് വേണമെങ്കിൽ പറയും, കാരണം ഓടാനുള്ള സേഫ് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണമെങ്കിൽ പറയും. അടുത്ത് നിന്നാൽ പിന്നെ ഇത് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. പണ്ടൊക്കെയുള്ള പിതാക്കന്മാർ കഠിനമായിട്ട് ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. ഇന്നത്തെ പോലെ സൈക്കോളജിക്കലായിട്ട് ഉള്ള അപ്രോച്ചൊന്നും അല്ലായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം എനിക്ക് മനസ്സില്ല എന്ന് ഈ മകൻ ഇവിടെ പ്രതിപാദിച്ചു. നമുക്കറിയാമല്ലോ, ഒരു പിതാവിനോട് ഒരു മോൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുമ്പോൾ എന്താ തോന്നുന്നതെന്നുള്ളത് വളരെ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മനസ്സില്ല ചെയ്യാൻ, നിങ്ങൾ എന്നോട് എന്നാ ചെയ്യും
എന്നുള്ള നിലയിൽ മനസ്സില്ല എന്ന് പറയുമ്പോൾ ഒരു പിതാവിൻ്റെ നെഞ്ചത്ത് അടിക്കുന്ന പോലുള്ള ഒരു അനുഭവമാണ് അത്. നെഞ്ചത്ത് ആഞ്ഞ് ചവിട്ടുന്ന പോലുള്ള ഒരു അനുഭവം. മനസ്സുകൊണ്ട് വിഷമിക്കും. എന്നാലും എൻ്റെ മോൻ എൻ്റെ മുഖത്ത് നോക്കി എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞല്ലോ, ഇത് അവൻ്റെയും കൂടെ കാര്യമല്ലേ, അവനും കൂടെ അല്ലേ ഇതിൻ്റെ ഗുണഭോക്താവ്, ഈ ചെയ്യേണ്ട മുന്തിരിത്തോട്ടത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗുണഭോക്താവ് അവനും കൂടെ അല്ലേ, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് ഇത്ര ശക്തമായിട്ട് നിഷേധിച്ചത് എന്ന് തോന്നിപ്പോകും. അവൻ്റെ സ്വാതന്ത്ര്യമാണ് വലുത്. നമ്മൾ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല. അവൻ എന്നാ ചെയ്യുന്നത് എന്നൊന്നും ചെയ്യേണ്ടതൊന്നും നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ഈ കോവിഡ് കാലത്ത് തന്നെ പിള്ളേരുടെയൊക്കെ കയ്യിലുള്ള കളി എന്ന് പറയുന്നത് പബ്ജിയാണ്. ഏറ്റവും വലിയ പിള്ളേർ തൊട്ട് ചെറിയ വരെ രാത്രിയിലൊക്കെ ഇരുന്ന് വെടിവെക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അപ്പം എന്നിട്ട് ചിലപ്പോൾ എന്നോട് പറയും, അപ്പാ ആർമിയിൽ ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നാ മോനെ കാര്യം? ഈ മെഷീൻ ഗണ്ണ് വെച്ച് ഇങ്ങനെ വെടിവെക്കാനൊക്കെ ഉള്ള ഒരു അവസരമുണ്ടല്ലോ, ആർമിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് ശരി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എടാന്ന് വിളിച്ച് നമ്മളൊരു കാര്യം പറയുന്നത്. ആർമിയിൽ പോയി കർത്താവ് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ പറയുന്ന രാജ്യസ്നേഹികളോടാണ് ഈ പറയുന്നത്. എന്നാൽ ഈ അതിർത്തി കൊണ്ട് നിർത്തിയാൽ അവരെന്താകും എന്നുള്ളത് വേറെ കാര്യം. പബ്ജി മാത്രമേ ഇങ്ങനെ കളിക്കുകയുള്ളൂ എന്നാൽ തന്നെ ഞാൻ പറയുക. അപ്പം ഇവരോടാണ് ഈ പറയുന്നത്. എത്രമാത്രം അസ്വസ്ഥതയും അസൗകര്യവും അവർക്ക് തോന്നും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, റോമർക്ക് എഴുതുന്ന ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ആ വെളിവായിരുന്നവരും സൗകര്യപൂർവം അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് അവരെക്കുറിച്ച് വായിക്കുക. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഏവരോടും ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അല്ലെങ്കിൽ 2-ാം അധ്യായത്തിൽ വരുമ്പം ഇതുപോലെ പ്രമാണം ലഭിച്ച പല ആൾക്കാരും അവരത് പ്രമാണം ലഭിച്ചത് കൊണ്ട് മാത്രം അത് അവർക്ക് നിവർത്തിക്കുന്നു എന്ന് അവർ വിചാരിക്കുക. എന്നാൽ സത്യമായിട്ട് അവർക്കത് നിവർത്തിക്കാൻ കഴിയുന്നില്ല, അതനുസരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കാതെ ഞങ്ങളിതെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ നന്നായിട്ട് നിവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു തെറ്റായ ചിന്താഗതിയിൽ അവർ മുന്നോട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അങ്ങനെ അവർ കടന്നു പോകുന്നതായിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ഇപ്പം ജാതികളെന്നും ഇസ്രായേലെന്നും ഉള്ള നിലയിൽ ഇതിനെ വിഭജിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം നമുക്കറിയാം അവിടെ പ്രത്യേകിച്ച് 2 ക്ലാസ് എന്ന് പറയുന്നത് ചുങ്കക്കാരും പാപികളും. വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ദൈവത്തെ അറിയാത്ത ജാതികളെയും ഒക്കെ കൂട്ടുന്നതിനൊന്നും തെറ്റില്ല. എന്നാൽ തന്നെ അവിടെ ഫസ്റ്റ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ പ്രമാണം, ഈ ദൈവികമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ലഭിച്ചിട്ടും ആ ഇൻസ്ട്രക്ഷൻ പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അതിനോട് പുറംതിരിഞ്ഞു നിന്നവർ, അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ എതിർത്തവർ, ഒരുപക്ഷെ അറിയാതാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ എത്തപ്പെട്ടതിന് ശേഷം അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയാത്തവർ, എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു, ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെ പോകുന്നതും ശരിയല്ല, ഇങ്ങനെ കാണിക്കുന്നതും ശരിയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തെ സംബന്ധിച്ചും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളെ സംബന്ധിച്ചും ഈ പറയുന്ന നല്ല പിള്ളകൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയതും എന്നാൽ ഈ പാപികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. അത് ഈ തകർന്നുപോയ അവസ്ഥയിൽ, പാപത്തിൽ വീണുപോയ അവസ്ഥയിൽ അവരൊക്കെ പല നിലകളിൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് പരിശ്രമിച്ചവരായിരിക്കാം. എന്നാൽ ന്യായപ്രമാണത്താൽ ഒരു ജഡവും അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ റിലീജിയസ് ആയിട്ടോ മറ്റുള്ള നിലകളിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് മാത്രം ഒരു ജഡവും പൂർണ്ണത പ്രാപിച്ചിട്ടില്ല, ദൈവത്തെ അറിയാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. പാപിയായ മനുഷ്യന്, ബലഹീനനായ മനുഷ്യന് ചില പ്രമാണങ്ങൾ കൊടുക്കാതെ മാത്രം പോരാ, ആ പ്രമാണം കൊണ്ട് മാത്രം അവന് നേരെയാവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ നേരെയായി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ക്ലെയിംസ് ഒക്കെ വെറും ഫാൾസ് ക്ലെയിംസ് മാത്രമാണ്, തെറ്റായ അവകാശവാദങ്ങൾ മാത്രമാണ്.
അത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ആണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് തമ്മിലുള്ള വ്യത്യാസം. പ്രമാണമനുസരിച്ച് അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സ്വയശക്തി കൊണ്ട് വിശുദ്ധ ജീവിതം സാധ്യമാണോ? ഒത്തിരി ആത്മാർത്ഥതയുള്ള ദൈവഭക്തന്മാർ പഴയ നിയമകാലത്തും ഒക്കെ ഇത് അന്വേഷിച്ചിട്ടുണ്ട്. അത് ഒരു വിശുദ്ധ ജീവിതം അങ്ങനെ സാധിക്കുമോ? അതിൽ പ്രഗത്ഭരുടെ എല്ലാം പേരുകൾ നമുക്കറിയാം. അവരുടെ എല്ലാം ജീവിതത്തിലെ കുറവുകൾ തന്നെ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന പല കുറവുകളും, ഏത് നിലയിലും അവർക്ക് നീതീകരിക്കാൻ കഴിയാതെ, കർത്താവെ ഞങ്ങളെ നീതീകരിക്കുന്ന ഒരുവൻ വരാൻ പോകുന്നു, അവനിൽ ആശ്രയിക്കുകയല്ലാതെ സ്വയനീതി എന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല. മോശയ്ക്കില്ല, അബ്രഹാമിനില്ല, ദാവീദിനില്ല, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വിശുദ്ധന്മാർക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നും കർത്താവ് അവരെ സൗജന്യമായിട്ട് നീതീകരിക്കുക ചെയ്തതെന്നും ഉള്ള യാഥാർത്ഥ്യം എബ്രായ ലേഖനക്കാരൻ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു യേശുവിൻ്റെ മാർഗത്തിൻ്റെ വ്യത്യാസം? നമ്മൾ ഇതിനു മുന്നേ പല ലേഖന ഭാഗങ്ങളും പഠിച്ചിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അത് ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉപമയോടുള്ള ബന്ധത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ അത് ഒന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ഒരു വ്യക്തിയുടെ മുന്നിൽ ചില പ്രമാണങ്ങൾ മാത്രം പ്രസൻറ്റ് ചെയ്തിട്ട് അവനെ കൊണ്ടത് ചെയ്യിക്കാനായിട്ട് പരിശ്രമിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല. എന്നാൽ കർത്താവ് ഒരു വ്യക്തിയോട് അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവനെ കൺവിൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ഈ ഭാഗത്ത് തന്നെ കാണാം. ആ ധനികനായ ചെറുപ്പക്കാരൻ വന്നിട്ട് നിരാശയോടെ പോകുന്നത് നമുക്ക് ഇതേ ഭാഗത്ത് കാണാനായിട്ട് കഴിയും. അത് അവനോട് പറയാനായിട്ട് ആഗ്രഹിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോനെ, നിന്റെ കഴിവ് കൊണ്ട് നീ ഇതുവരെ നന്നായി ജീവിച്ചിട്ടില്ല, ഇനിയൊട്ട് ജീവിക്കാനൊട്ട് പറ്റത്തുമില്ല. എന്നാൽ നീ നിന്റെ കുറവ് മനസ്സിലാക്കുന്നെങ്കിൽ നിന്നെ സൗജന്യമായി ആ ഒരു അനുഭവത്തിലേക്ക് നടത്താൻ കഴിവുള്ള ദൈവമുണ്ട്. ഒരു മനുഷ്യനും അവൻ്റെ സ്വപ്രയത്നത്താൽ രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. അവൻ്റെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള അവൻ്റെ കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ മതപരമായിട്ട് ഞാൻ പെർഫെക്റ്റായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു ബോധ്യം കൊണ്ടോ അവൻ സ്വർഗരാജ്യത്തിന് അവകാശമായി തീരുന്നില്ല. ഒരുപക്ഷെ അവൻ ആ മതത്തിൽ അവൻ അവകാശിയായിട്ട് തീരും, എന്നാൽ സ്വർഗത്തിന് അവൻ അവകാശിയായിട്ട് ഒരിക്കലും തീരത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം. കാരണം നമ്മൾ ഇന്നലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു, ഈ മതം എന്ന് പറയുന്നത് ഒരു കാര്യമാണ്, എന്നാൽ യേശുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വേറൊരു കാര്യം. ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമാകാനായിട്ട് ആർക്കും കഴിയും. ഒരു ബൈബിളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തോമാസ് ലീഗയുടെ കാലത്ത് കിട്ടിയ ഇതാന്നൊക്കെ പറഞ്ഞ് ഈ ബൈബിളും ഒക്കെ കാണിച്ചുകൊണ്ട് അന്ന് തൊട്ടേയുള്ള പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് കഴിയും. എന്നാൽ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ നോക്കുമ്പം ഈ ലോകത്ത് ജീവിക്കുന്ന മറ്റേത് മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെക്കാളും എന്തെങ്കിലും വ്യത്യാസമോ പ്രയോജനമോ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്കുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. കാരണം ഒരു മനുഷ്യനും ക്രിസ്ത്യാനിയായിട്ട് ജനിക്കാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം പല പാരമ്പര്യ ക്രിസ്ത്യാനികൾക്കും അറിയത്തില്ല. ഒരു ഡോക്ടറുടെ മോന് ഡോക്ടറായിട്ട് ജനിക്കാനും ഒരു എഞ്ചിനീയറുടെ മോന് എഞ്ചിനീയറായിട്ട് ജനിക്കാനും കഴിയത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ മോന് ക്രിസ്ത്യാനിയായിട്ട് ജനിക്കാൻ കഴിയത്തില്ല. അവൻ ജനിക്കുമ്പം അവൻ ആദാമിൽ ഉള്ള ഒരു പാപിയായിട്ട് തന്നെ അവൻ ജനിക്കുന്നത്. അവൻ്റെ ജന്മന ഈ പാപസ്വഭാവം അവനിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തമാക്കി തരിക. ഓരോ വ്യക്തിയും അവൻ്റെ പാപത്തിൻ്റെ മോചനത്തിനായിട്ട് അവൻ്റെ പേർക്ക് മരിച്ച യേശു കർത്താവിൽ വിശ്വസിക്കുകയും അങ്ങനെ രക്ഷ പ്രാപിക്കുകയും ചെയ്യണം. എന്നാൽ ഈ രക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഒരു വ്യക്തി തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അവൻ്റെ സ്വന്തം ശക്തി കൊണ്ടും അവൻ്റെ യുക്തി കൊണ്ടും അവൻ്റെ മതപരമായ ചില കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്തതുകൊണ്ട് മാത്രം അവൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന രക്ഷയിലേക്കും ദൈവത്തോടുള്ള സജീവമായ ബന്ധത്തിലേക്കും കടന്നു വരാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം അവൻ ഗ്രഹിക്കണം. അതിനായിട്ട് അവന് ഒന്നാമത് ഏറ്റുപറയേണ്ട കാര്യം അവൻ്റെ കഴിവില്ലായ്മയാണ്. അവൻ്റെ കഴിവുകളല്ല, അവൻ്റെ ശ്രേഷ്ഠതകളല്ല, അവൻ്റെ ഒന്നുമില്ലായ്മയാണ് അവൻ ദൈവസന്നിധി വെളിപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അപ്പം ന്യായപ്രമാണം അനുസരിച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരുവൻ അവൻ്റെ കഴിവ് വെളിപ്പെടുത്തണം. എന്നാൽ യേശുവിൻ്റെ കൃപയിലേക്കും പാപിയെ നീതീകരിക്കുന്ന ഈ കൃപയിലേക്ക് അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ ആദ്യം വെളിപ്പെടുത്തേണ്ടത് അവൻ്റെ കഴിവില്ലായ്മയാ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തേണ്ടത്. യേശുവേ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഞാനല്ല, ഇതിൻ്റെ ഒരു 5 അയലത്ത് വരാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല, ഈ പ്രമാണമൊക്കെ എനിക്ക് അന്യമാണ്, ഇതൊന്നും എനിക്ക് നിവർത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് വന്നപ്പോൾ പൗലോസ്ലീഹ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് കരയുന്നത് പോലെ കഴിഞ്ഞ ദിവസവും നമ്മളത് ചിന്തിച്ചു. കാരണം ആ കർത്താവിൻ്റെ നീതിയുടെ അവൻ്റെ മുഖപ്രകാശത്തിൽ തന്നെ വെച്ചപ്പോൾ അനേക നിലയിലുള്ള കുറവുകളും പ്രമാണം ഒന്നും പാലിക്കാത്തവനുമാണ് താനെന്ന് മനസ്സിലായി. എന്നാൽ വേറൊരിടത്ത് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പരീശൻ എന്ന് അദ്ദേഹത്തെ തന്നെ കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ വ്യക്തിയാണ് പറയുന്നത്, മോഹിക്കരുത് എന്നൊരു പ്രമാണമുണ്ട്, ആ മോഹത്തിൽ ആ പ്രമാണം അനുസരിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് ഞാൻ ആ പ്രമാണത്തെ ലംഘിച്ചപ്പോൾ എന്നിൽ സകലവിധ മോഹങ്ങളെയും ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മറ്റു പല മോഹങ്ങളുടെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രമാണത്തിൽ ഞാൻ തെറ്റിയപ്പോൾ 9 പ്രമാണത്തിലും തെറ്റിയതുപോലെ ഉള്ള ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരാൻ ഇടയായി തീർന്നു. ഇതാണ് എൻ്റെ പരിതാപകരമായ അവസ്ഥ. അതെനിക്കിന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ സോക്കോൾഡ് ഈ റിലിജിയൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറവ് തിരിച്ചറിയുക എന്നുള്ളത്. ഇത് കുഷ്ഠം പോലെ. ഈ മതത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് ഏത് മതമായിക്കൊള്ളട്ടെ, ക്രിസ്തീയ മതമായിക്കൊള്ളട്ടെ, അതൊരു കുഷ്ഠം പോലെ. അതിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്പർശന ശക്തി അങ്ങ് നഷ്ടപ്പെട്ടു പോവുക, തിരിച്ചറിയാനുള്ള സംവേദന ശക്തി നഷ്ടപ്പെട്ടു പോവുക, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള സംവേദന ശക്തി നഷ്ടപ്പെട്ടു പോവുകയും ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് അതൊക്കെ ഏകദേശം അനുസരിക്കുന്നു എന്ന് വരുത്തി വരുമ്പോൾ ഇവിടെ ഒന്നും ചെയ്യാതെ കയ്യും വീശി തെക്കും വടക്കും നടന്ന് ദൈവത്തെ നിന്ദിച്ച് ദൈവത്തിനെതിരെ ഉള്ള നിലയിൽ കാര്യങ്ങളെ ചെയ്ത ഈ ചുങ്കക്കാരും വേശ്യകളും താണ്ട് യേശുവിൻ്റെ അടുത്തിരുന്നുകൊണ്ട് സൊറ പറയുന്നു, യേശുവിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ആനന്ദിക്കുന്നു, യേശുവിൻ്റെ വളരെ ക്ലോസ് ആയിട്ടിരുന്ന് അവനോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. ഇതെങ്ങനെ അവർക്ക് സഹിക്കാൻ കഴിയും? അവരുടെ ആ റിലീജിയസ് സ്പിരിറ്റിൽ ഇത് ഒരിക്കലും അവർക്ക് സഹിക്കാൻ വയ്യാത്തതും ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അത്ര നിന്ദ്യമായ ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നുന്നു. കാരണം ഈ സ്വന്തം ശക്തി കൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ സഹിക്കാൻ പറ്റുകയില്ല. അത് ഈ സ്വയനീതിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ സ്വയനീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയെ അനുകമ്പയോടെ കാണാനോ അവനെ സ്നേഹിക്കാനോ അവനെ ഉൾക്കൊള്ളാനോ കഴിയത്തില്ല. ഞാനും ഇതുപോലെ തന്നെ ബലഹീനനും ദരിദ്രനും ആത്മീയമായിട്ട് ഒന്നുമില്ലാത്തവനും ആണ്, എന്നെ കൃപയാൽ കർത്താവ് ഇങ്ങനെ ആക്കി തീർത്തതാണ് എന്നുള്ളൊരു യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പം ഇതുപോലെ ഇന്ന് രക്ഷിക്കപ്പെട്ട ഒത്തിരി പരീശന്മാരും ശാസ്ത്രിമാരും നമ്മുടെ കൂട്ടത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. രക്ഷിക്കപ്പെട്ടെന്നും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നെന്നും വിചാരിച്ച് മറ്റുള്ളവരെ വിധിക്കുകയും തള്ളിക്കളയുകയും രക്ഷിക്കപ്പെടാനുള്ളവരുടെ ആ വാതിലും കൂടെ മാർഗം കൂടെ തടുത്തു കളയുന്ന പരീശന്മാരുണ്ട്. പരിജ്ഞാനത്തിന് താക്കോല് കൈവശമാക്കിയിട്ട് അവരതിൽ കടക്കുകയുമില്ല, ഇനി കടക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിലേക്ക് പ്രവേശിപ്പിക്കുകയുമില്ല എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഉപമ പറയപ്പെട്ടത്, അല്ലെങ്കിൽ ഈ കാര്യം പറയപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് മനസ്സില്ലപ്പ പോകാൻ എന്ന് പറഞ്ഞ് കർത്താവ് എന്തു പറഞ്ഞു? അതിന് വളരെ വളരെ ബ്ലേറ്റൻ്റ് ആയിട്ട് വളരെ അതിനെ നേരെ കണ്ട് നിഷേധിച്ചത്. പ്രത്യേകിച്ച് വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നിഷേധിച്ചില്ല എന്ന് പറയാനോ ഒന്നും. വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സില്ല. എന്നാൽ അവരവരുടെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ മനസ്സിലാക്കുകയും യാഥാർത്ഥ്യങ്ങളുമായ ബന്ധത്തിൽ വന്നപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഇത് സ്വന്തം ശക്തി കൊണ്ട് കഴിയുന്ന കാര്യമല്ല. ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് അത് ദൈവകൃപ കൂടിയേ സാധിക്കൂ എന്നവർക്ക് മനസ്സിലാകുകയും അതിനുള്ള ഏറ്റവും അസുലഭമായ ഒരവസരം അവർക്ക് കൈവന്നപ്പോൾ അവർ കർത്താവെ, ഞങ്ങൾക്ക് ഈ പാപത്തിൻ്റെ സുഖം വേണ്ട, പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണ്ട, ക്രിസ്തുവിൻ്റെ നിന്ന തന്നെ ഞങ്ങൾക്ക് മതി, കർത്താവെ ഈ
പരീശന്മാരും സോക്കോൾഡ് ഇവരും അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും എൻ്റെ കർത്താവെ, നീ ഞങ്ങളെ അംഗീകരിക്കുകയും നീ ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളായി കൂട്ടിയല്ലോ കർത്താവെ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം എന്ന് പറഞ്ഞ് ആരുടെയും സർട്ടിഫിക്കറ്റ് മേടിക്കാനോ ആരുടെയും ടെസ്റ്റിമോണിയൽസ് മേടിച്ച് വേറെ ആർക്കെങ്കിലും പ്രസൻറ്റ് ചെയ്യാനോ നിൽക്കാതെ അവർ ഒരു മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഒരു പാപിയുടെ ഹൃദയത്തിലെ ആദി, നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവനെന്ന് വിചാരിക്കുന്നവൻ്റെ ഹൃദയത്തിലെ ആദി, ഓരോ നിമിഷവും അവൻ്റെ ഹൃദയത്തെ പാപം കാർന്നു നിന്ന് അല്ലെങ്കിൽ പാപത്തിൻ്റെ കുറ്റബോധം അവനെ മെതിച്ച് അവനെ മനസാക്ഷിയെ തകർത്ത് കളയുന്ന ആ ഭീകരമായ ഒരു അനുഭവത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള ഈ അനുഭവത്തിൽ നിന്ന് പുറത്തു ചാടാൻ കഴിയുമോ, അത് ഉപയോഗിച്ച ഈ ബുദ്ധിമാന്മാരാണ് ഈ ചുങ്കക്കാരും പാപികളും. അങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് എന്ന് നമുക്കറിയാം. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും നിലയിൽ ഉള്ള സ്വയനീതിയുടെ അനുഭവമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ, ഐ ആം ഓക്കെ എന്നൊരു ഫീലിംഗാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്കറിയാലോ, വീട്ടിൽ ഒരു ബൾബ് കത്തിയില്ലെങ്കിൽ എവിടെ ലൂസ് കണക്ഷൻ എന്ന് നമ്മൾ നോക്കുന്ന പോലെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എവിടെയാണ് ഈ ലൂസ് കണക്ഷൻ വന്നേക്കുന്നത്? കർത്താവെ, വരാൻ സാധ്യതയില്ല, എന്നാലും ഞാനൊന്ന് നോക്കുക, എവിടെയാണ് ഈ ലൂസ് കണക്ഷൻ സംഭവിച്ചേക്കുന്നത് എന്ന് നോക്കുക. അപ്പം അങ്ങനെ മനസ്സില്ല എന്ന് പറഞ്ഞവർ അവൻ പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ട്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ച ഒരു ടേമാ മാനസാന്തരപ്പെട്ട്, അവൻ ഇത് ശരിയല്ല എന്ന് തോന്നിയിട്ട് പിന്നത്തേതിൽ അവൻ അനുദപിച്ച് അവൻ പോയി. അപ്പോൾ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ അനുതാപം കണ്ടിട്ടെങ്കിലും ഈ അനുദപിക്കാത്തവർ അനുദപിക്കണമെന്നാണ്. കാരണം ഈ മാനസാന്തരത്തിനൊക്കെ അതിനും ഒരു പകർച്ചവ്യാധി പോലെ പലപ്പോഴും. കാരണം ഇപ്പം പണ്ടൊരു കുരങ്ങൻ്റെ കഥ പറഞ്ഞ പോലെ, തൊപ്പി എടുത്തുകൊണ്ട് പോയ കുരങ്ങനെ ആ തൊപ്പി എറിയിക്കാനായിട്ട് പല നിലകളിൽ നോക്കി, അത് നടന്നില്ല. അവസാനം ഈ തൊപ്പിക്കാരൻ തൻ്റെ സ്വന്തം തലയിലുള്ള തൊപ്പി എടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് മാനസാന്തരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാനിപ്പോൾ നിങ്ങളെ ആരെങ്കിലുമൊക്കെ കുത്തി പ്രസംഗിച്ചുകൊണ്ടൊന്നും നടക്കുകയില്ല. എൻ്റെ കുറവ് ഞാൻ പറഞ്ഞു കഴിയുമ്പം സാമാന്യഗതിയിൽ നിങ്ങൾക്കും മനസ്സിലാവും അതെവിടെയാണ് അതിൻ്റെ കുറവെന്ന്. ഇങ്ങനെ എൻ്റെ തൊപ്പി എറിയല്ലാതെ നിങ്ങളുടെ തൊപ്പി എടുക്കാനായിട്ട് എൻ്റെ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് ഞാൻ ചെയ്താൽ ഒരിക്കലും ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ആ ഹോളിയർ ദാൻ ദൗ എന്ന് പറയുന്ന തങ്ങൾ നീതിമാന്മാരെ നുറച്ച് മറ്റുള്ളവരെ ഇത് പറയുന്ന ഒരു നിലവാരത്തിൽ ശുശ്രൂഷിക്കാനോ പ്രസംഗിക്കാനോ കഴിയുന്ന ഒരു കാര്യമല്ല പുതിയ നിയമ ശുശ്രൂഷ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുക, അവരനുദപിച്ച് പിന്നത്തേതിൽ അവൻ പോയി. രണ്ടാമത്തവൻ അവൻ്റെ അടുക്കൽ വന്ന് എത്ര മധുരമായ ശബ്ദമാണ്, ഞാൻ പോകാം അപ്പാ. മനസ്സില്ല അപ്പ എന്നല്ല പറഞ്ഞ്. ഇവിടെ നമുക്കറിയാം, എനിക്ക് പല മക്കളുള്ളത് കൊണ്ട് ഓരോ സാഹചര്യത്തിൽ ഇതൊക്കെ കേൾക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രായോഗിക ഇത് എനിക്ക് മനസ്സിലാകും. ഞാൻ പോകാം അപ്പാ. വളരെ പാവം, വളരെ പഞ്ചപുച്ഛമടക്കി, അപ്പാ നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ ഞാൻ ചെയ്തോളാം. സീനായിൽ ആ പ്രമാണം കൊടുത്തപ്പോൾ തുടർന്നുള്ള ഓരോരോ ഇടവേളകളിലും അവർ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ അതുപോലെ ചെയ്തോളാം. എനിക്ക് പലപ്പോഴും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഭാഗമാണ് എസ്രാ പുരോഹിതൻ ആ ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ അവർ കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. ഒരു വചനം കേട്ട് അവർ കരയുന്ന ഒരു അനുഭവമാണെങ്കിൽ എന്തൊരു ഹൃദയമായിരുന്നു അവരുടെ ഹൃദയം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്തോളാം, ഒരു സംശയം വേണ്ട, ചെയ്തോളാം, ഞങ്ങൾ പോകാം അപ്പാ, ഞാൻ പോകാം അപ്പാ. എന്നാൽ പോയില്ല താനും എന്നവിടെ എഴുതി. എന്നാൽ ആ പോകാത്തത് കൊണ്ട് ഒരു കുറ്റബോധവും തോന്നുന്നില്ല. പോയി എന്നുള്ള നിലയിലുള്ള എല്ലാ കാര്യങ്ങളും അവർ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ പോയി, ഞങ്ങൾ ദൈവഹിതം ചെയ്തു, മോശെ ഞങ്ങളുടെ നേതാവ്, അല്ലെങ്കിൽ അബ്രഹാം ഞങ്ങളുടെ പിതാവ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരൊക്കെ ഞങ്ങൾക്കുണ്ട്. പ്രവാചകന്മാർ ജീവിച്ചിരുന്നപ്പോൾ അവരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തെങ്കിൽ പിന്നെ അവരുടെ ശവകുടീരങ്ങളെ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നു. ഞങ്ങൾ പോകാം, ഞങ്ങൾ ചെയ്യാം.
എന്നാൽ ഞങ്ങൾക്കത് സാധിക്കുന്നില്ല കർത്താവേ എന്നും നിന്റെ കൃപയെ ഞങ്ങൾക്ക് ആവശ്യമാണെന്നും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവർ വളരെ കുറച്ചു പേരായിരുന്നു. എന്നിട്ട് നമ്മൾ അവസാനം വായിച്ച വാക്യത്തിലെ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരികയാണ്. അത് കണ്ടിട്ടും ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു. ഇത്ര കൊള്ളരുതാത്തവർ, ഇത്ര പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് കൊണ്ടിരുന്നവര്, ഈ പാപത്തിൽ തന്നെ ജീവിച്ചവര്, ആ ജഡീക സുഖങ്ങളിൽ ആശ്രയം കണ്ടെത്തുകയും അത് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യവും അവരുടെ ജീവനോപാധിയും ഒക്കെ ആക്കി മാറ്റിയ വ്യക്തികൾ, അവരവരുടെ ജീവനോപാധികൾ പോലും വേണ്ടെന്ന് വെച്ചിട്ട് സക്കായിയെ പോലെ അവരുടെ കണ്ണിന് മുന്നിൽ വലിയ മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ അവർ കാണുമ്പോൾ, ഇത്രയും വലിയ കാശ് ഉള്ള, ഇത്രയും വലിയ സ്ഥാനമാനത്തിനുടമയായ ഈ സക്കായിക്ക് ഇത് തൃണവൽക്കരിച്ചുകൊണ്ട്, പുല്ലുപോലെ വിചാരിച്ചുകൊണ്ട് അതിനെയൊക്കെ ഉപേക്ഷിച്ച് കളയാമെങ്കിൽ ഇതിലെന്തോ ഒരു സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് പകരം അവരുടെ കണ്ണിന് മുന്നിൽ അവരുടെ സമസൃഷ്ടമായിട്ട് അവര് വ്യത്യാസപ്പെട്ട് കാണുന്നെങ്കിലും, പാപിയായിട്ട് കാണുന്നെങ്കിലും, അടിസ്ഥാനപരമായിട്ട് സക്കായിയും ഈ പറയുന്ന ആൾക്കാരും നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അവരും പാപ സ്വഭാവമുള്ളവരും ഇവരും പാപ സ്വഭാവമുള്ളവർ തന്നെയാണ്. എന്നാൽ അതെന്താണ് എന്ന് തിരിച്ചറിയാതെ പല വലിയ കൊലപാതകമോ വലിയ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സാധാരണ അവരെയൊക്കെ വിധിച്ചിട്ട് പറയും, ഓ വലിയൊരു പ്രശ്നമാണ്. എന്നാൽ ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം, നമ്മളും പലപ്പോഴും കൊല ചെയ്തിട്ടുമുണ്ട്, പലപ്പോഴും മോഷ്ടിച്ചിട്ടുമുണ്ട്, ഈ ലോകത്തുള്ള കൊള്ളരുതായ്മ എല്ലാം നമ്മളും ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രേരണ നമ്മുടെ ഉള്ളിലുണ്ട്, അതിനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അവനേക്കാളും ഒട്ടും വ്യത്യസ്തനല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ തിരിച്ചറിയേണ്ടതിന് പകരം ഞാൻ അവനെപ്പോലെയല്ല, ഇവനെപ്പോലെയല്ല, ഞാൻ ഈ അടുത്ത് നിൽക്കുന്ന പാപിയെപ്പോലെയും അല്ല എന്ന് പറയാനാ പിന്നെയും ഒരുമ്പിടുന്നത്. ആ ശൈലി ഒന്ന് മാറ്റാൻ ഒരു നിമിഷം നിന്ന് ചിന്തിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. നോക്കിയാട്ടെ, അവിടെ കാണുന്നത് അത് കണ്ടിട്ടും അത് അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും, എന്നാൽ ഹൃദയം കൊണ്ട് ഗ്രഹിച്ചില്ല. കണ്ണുകൊണ്ട് കണ്ടിട്ടും ഇവന് ചിലർ പറയാറുണ്ട്, നമ്മളൊക്കെ പോയി പല സാക്ഷ്യങ്ങളും പറയുമ്പോൾ, ശരി നീ പാപിയായിരുന്നല്ലേ, ഞാനെന്നാ പാപിയല്ല. അത് ശരി, ഇത്ര കൊള്ളരുതാത്തവനായിരുന്നു നീ, ക്ലാസ്സിലെ ഫസ്റ്റായിട്ടും അല്ലെങ്കിൽ വലിയ നല്ല പിള്ളയായിട്ടും അധ്യാപകന്റെ ഒരു മകനായിട്ടും ഒക്കെ നടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നീ നല്ല പിള്ളയാന്ന്. എന്നാ നീ ഇത്ര കൊള്ളരുതാത്തവനായിരുന്നു, എടാ ഞങ്ങളിതിപ്പോഴും അറിയുന്നതെന്ന് പറയുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പം നമ്മൾ പാപിയാണെന്ന് പറയുമ്പോൾ അതെ നീ പാപിയാ, ഞാൻ പാപിയല്ല. പാപി എന്ന് മനുഷ്യനെ വിളിക്കുന്ന ഒരു വ്യക്തിയെ ആ പാപി എന്ന് പറയുന്ന തത്വശാസ്ത്രം വരെയുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. നോക്കിയാട്ടെ, അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. നിങ്ങൾ പിന്നത്തേതിൽ അനുതപിച്ചില്ല. ദൈവമേ, പരസ്യമായിട്ടൊക്കെ വലിയ വായിലൊക്കെ പറഞ്ഞു, പരസ്യമായിട്ട് അവനെ കുറ്റം വിധിച്ചു, ഇതൊക്കെ ശരി, കല്ലെറിഞ്ഞു, ഒക്കെ ശരി. എന്നാൽ വീട്ടിൽ പോയതിന് ശേഷം പോലും നീ ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചില്ല, രഹസ്യത്തെങ്കിലും നീ ഒന്ന് അനുതപിച്ചില്ല. കർത്താവേ, ഈ ചുങ്കക്കാരും പാപികളും വ്യഭിചാരികളും ഒക്കെ പോലെ തന്നെയുള്ള അതേ അടിസ്ഥാന സ്വഭാവമാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ ഇത് ചിലതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്, മറ്റാരും കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. കർത്താവെ, മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ നാടകം കളിക്കുന്ന ഞാൻ നിന്റെ മുന്നിലും ഇങ്ങനെ നാടകം കളിക്കാതെ, കർത്താവെ, വ്യത്യസ്തമായി ഒരു മനസ്സ് ഇത് സ്വീകരിക്കാനും അവർക്കിത്ര വലിയ ഈ രക്ഷ അവർക്ക് കരഗതമായെങ്കിൽ, കർത്താവെ, ഈ രക്ഷ സ്വായത്തമാക്കാനും അങ്ങയിൽ വിശ്വസിക്കാനും ഈ അന്ത്യനാഴികയിൽ നിന്റെ ക്രൂശിങ്കിലേക്ക് ചില നിമിഷങ്ങൾ, ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇതാ ലോകത്തിന്റെ നാഥൻ, അവന് സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ ഇതാ ക്രൂശിക്കപ്പെടാനായിട്ട് പോകുന്നു, പാപികൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനായിട്ട് പോകുന്നു. കർത്താവെ, അതിനു മുന്നേ നിന്നെ വിശ്വസിക്കാനായിട്ട് ഇടയാക്കണമേ. കർത്താവ് അവിടെ വെച്ച് അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുക. തുടർന്ന് നമുക്കറിയാമല്ലോ, മത്തായി 25-26 വരെ നമ്മൾ വായിക്കുമ്പോൾ പല കാര്യങ്ങളാൽ കർത്താവ് അവരെ പ്രബോധിപ്പിക്കുന്ന വിവിധമായിട്ടുള്ള ദൈവരാജ്യത്തിന് ഉപമകളെ നമുക്ക് കാണാൻ കഴിയും. ചിലത് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ചിന്തിക്കാനും പോകുക. ആദ്യത്തവൻ പറഞ്ഞു മനസ്സില്ല, പിന്നത്തേതിൽ അനുതപിച്ചു പോയി. രണ്ടാമത്തവൻ പറഞ്ഞു പോകാമപ്പാ, എന്നാൽ അവൻ പോയില്ല. തുടർന്നു ഇതേ അർത്ഥമുള്ള ചില ഉപമകൾ തുടർന്നുള്ള ഭാഗത്തും കർത്താവ് 2-3 ഉപമകൾ ഇതേപോലെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം. നമുക്ക് ചിന്തിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും
നമ്മുടെ കഴിവില്ലായ്മ നമുക്ക് ദൈവസന്നിധി വെളിപ്പെടുത്താം. ന്യായപ്രമാണം നമ്മുടെ ശ്രേഷ്ഠത വെളിപ്പെടുത്താൻ നമ്മളോട് പറയുന്നതെങ്കിൽ സത്യത്തിൽ അങ്ങനല്ല. ന്യായപ്രമാണം നൽകിയതും നമ്മുടെ കഴിവില്ലായ്മ വെളിപ്പെടുത്താൻ തന്നെയാണ്. എന്നാൽ അവരങ്ങനെ ആക്കി തീർത്തതാ. ദൈവകൃപയിലേക്ക് വരുമ്പം എൻ്റെ കർത്താവെ എനിക്ക് കഴിയത്തില്ല, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് സാധിക്കത്തില്ല കർത്താവെ, നിൻ്റെ കൃപ എനിക്ക് ആവശ്യമാണ്, നിൻ്റെ ശാശ്വതമായ കൃപയിൽ ഞാൻ ചാരുന്നു എന്ന് നമുക്ക് അവൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പറയാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആദ്യം അനുസരിക്കാതിരുന്നിട്ട് പോയ ആ മോനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ കർത്താവ് പറഞ്ഞ പ്രകാരം നമ്മുടെ പല പല നിഷേധങ്ങളും ദൈവസന്നിധിയിൽ ഒരുപക്ഷെ കാണിച്ചു കാണാം. എന്നാൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ യഥാസ്ഥാനപ്പെടാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമായിട്ട് കർത്താവ് നമുക്ക് ഇടയാക്കി തീർക്കട്ടെ.